സിദ്ധാർത്ഥന്റെ മരണത്തിന് മുൻപും പൂക്കോട് വെറ്ററിനറി കോളേജിൽ സമാനമായ രീതിയിൽ ക്രൂരമായ ആൾക്കൂട്ട വിചാരണ നടന്നുവെന്ന് കണ്ടെത്തൽ. സംഭവത്തിൽ കുറ്റക്കാരനാണെന്ന ആന്റി റാഗിംഗ് സ്ക്വാഡിംഗ് കണ്ടെത്തിയ SFIയുടെ നേതൃത്വത്തിലുള്ള കോളേജ് യൂണിയൻ മുൻ പ്രസിഡന്റ് ഉൾപ്പെടെ 13 വിദ്യാർത്ഥികൾക്കെതിരെ കോളേജിലെ ആന്റി റാഗിംഗ് കമ്മിറ്റി നടപടിയെടുത്തു. പെൺകുട്ടികളോട് അല്പമര്യാദയായി പെരുമാറിയെന്ന് പറഞ്ഞ് 2019ലെയും 2021ലെയും ബാച്ചിൽപ്പെട്ട 2 വിദ്യാർത്ഥികളെ ആൺകുട്ടികളുടെ ഹോസ്റ്റൽ ഉൾപ്പെടെ ഉള്ള സ്ഥലങ്ങളിൽ വെച്ചാണ് വിചാരണ നടത്തി ശിക്ഷ നടപ്പിലാക്കിയത്. 2019ലും 2021ലുമായി സിദ്ധാർത്ഥ് നേരിട്ടതുപോലെ സമാനമായ ആൾക്കൂട്ട വിചാരണ 2 വിദ്യാർത്ഥികൾക്ക് കൂടി നേരിടേണ്ടി വന്നുവെന്നാണ് കണ്ടെത്തൽ. സിദ്ധാർത്ഥിനേറ്റ മർദ്ദനം അന്വേഷിക്കുന്നതിന്റെ ഭാഗമായി മറ്റു വിദ്യാർത്ഥികളിൽ നിന്ന് ആന്റി റാഗിംഗ് സ്ക്വാഡ് മൊഴിയെടുത്തപ്പോഴാണ് മുൻകാല വിവരങ്ങൾ പുറത്തുവന്നത്. 2019 ബാച്ചിലെ വിദ്യാർത്ഥിയെ റാഗ് ചെയ്തവർ കോഴ്സ് പൂർത്തിയാക്കി ഇപ്പോൾ ഇന്റേൺഷിപ്പ് ചെയ്യുകയാണ്. ഇതിനാൽ ഈ സംഭവത്തിൽ ഉൾപ്പെട്ട കോളേജ് യൂണിയൻ മുൻ പ്രസിഡന്റ് ഉൾപ്പെടെ 4 വിദ്യാർത്ഥികളുടെ ഇന്റേൺഷിപ്പ് 1 വർഷത്തേക്ക് വിലക്കി. 5 പേരുടെ സ്കോളർഷിപ്പ് റദ്ദാക്കുകയും ചെയ്തു. 2021 ബാച്ചിലെ വിദ്യാർത്ഥിയെ മർദ്ദിച്ച 2 പേരെ 1 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്യുകയും മറ്റു 2 പേരുടെ സ്കോളർഷിപ്പ് റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട്. തുടർ അന്വേഷണത്തിന്റെ ഭാഗമായി റിപ്പോർട്ട് പോലീസിന് കൈമാറും. ക്യാമ്പസിൽ വെച്ച് ഒരു പെൺകുട്ടിയോട് മോശമായി പെരുമാറിയെന്ന് പറഞ്ഞാണ് നിലവിൽ അവസാന വർഷ കോഴ്സിന് പഠിക്കുന്ന വിദ്യാർത്ഥിയെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ റിമാൻഡിൽ കഴിയുന്ന കോളേജ് യൂണിയൻ പ്രസിഡന്റ് അരുണിന്റെ മുറിയിൽ കൊണ്ടുപോയി 1.5 മണിക്കൂറോളം മൃഗീയമായി മർദ്ദിച്ചത്. 32 തവണ തുടർച്ചയായി മർദ്ദിച്ചുവെന്നാണ് വിദ്യാർത്ഥിയുടെ മൊഴി. മർദ്ദനത്തിനൊടുവിൽ വിദ്യാർത്ഥിയെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കുകയും ചെയ്തു. എന്നാൽ തനിക്ക് പരാതിയില്ലെന്നും നടപടിയുമായി മുന്നോട്ടു പോകാൻ താല്പര്യവുമില്ലെന്നാണ് വിദ്യാർത്ഥിയുടെ നിലപാട്. മുൻകാല സംഭവങ്ങൾ പുറത്തു വന്നതോടെ കുറ്റം ആരോപിക്കുകയും ശിക്ഷ നടപ്പാക്കുകയും ചെയ്യുന്ന കാലങ്ങളായുള്ള അലിഖിത നിയമത്തിന്റെ തുടർച്ചയായാണ് സിദ്ധാർത്ഥന്റെ മരണവുമെന്നാണ് ഇതോടെ വ്യക്തമായിരിക്കുന്നത്. അമൃത ന്യൂസ്, വയനാട്.